എല്ലാവരും സുഖമായിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോയിൽ റെയിൽവേ സെക്ടറിൽ നിന്നും മികച്ച മുന്നേറ്റം നടത്തുന്ന ജൂപ്പിറ്റർ വാഗൺസ് എന്ന കമ്പനിയെക്കുറിച്ചും ഈ കമ്പനിയുടെ ഓഹരിയെക്കുറിച്ചും അടുത്തറിയാം. റെയിൽവേ ചരക്ക് വണ്ടികൾ, പാസഞ്ചർ കോച്ചുകൾ, വാഗൺ ഘടകങ്ങൾ, കാസ്റ്റ് മാംഗനീസ് സ്റ്റീൽ ക്രോസിംഗുകൾ എന്നിവ കൂടാതെ മറൈൻ കണ്ടെയ്നറുകൾ, വാണിജ്യ വാഹനങ്ങൾക്കുള്ള വിവിധതരം കണ്ടെയ്നറുകൾ എന്നിവ നിർമ്മിക്കുന്ന പശ്ചിമ ബംഗാളിലെ കൊൽക്കത്ത ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു ഇന്ത്യൻ സ്വകാര്യ കമ്പനിയാണ് ജൂപ്പിറ്റർ വാഗൺസ് ലിമിറ്റഡ്. ഇന്ത്യൻ റെയിൽവേയ്ക്കും മറ്റ് നിരവധി സ്വകാര്യ കമ്പനികൾക്കുമായി കമ്പനി കോച്ചുകൾ നിർമ്മിക്കുന്നു. ടാറ്റ മോട്ടോഴ്സ്, അശോക് ലെയ്ലാൻഡ് തുടങ്ങിയ ഇന്ത്യയിലെ വൻകിട ഓട്ടോമൊബൈൽ കമ്പനികൾ വരെ ജൂപ്പിറ്റർ വാഗൺസിന്റെ ക്ലയന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നു. എന്നിരുന്നാലും ഇന്ത്യൻ റെയിൽവേയാണ് അതിൻ്റെ ഏറ്റവും വലിയ വരുമാന സ്രോതസ്സായി നിലനിൽക്കുന്നത്. 2024 സാമ്പത്തിക വർഷത്തിലെ കണക്കനുസരിച്ച് ഈ കമ്പനിയുടെ ഓർഡർ ബുക്കിലെ 75% സംഭാവന ചെയ്യുന്നത് റെയിൽവേ തന്നെയാണ്. ഇതിനാൽ തന്നെ കേന്ദ്ര സർക്കാർ റെയിൽവേയിൽ കൊണ്ടുവരുന്ന വൻ വികസന പ്രവർത്തനങ്ങൾ ഈ കമ്പനിക്ക് ഗുണം ചെയ്യുമെന്നാണ് നിക്ഷേപകരുടെ കണക്കുകൂട്ടൽ. 25 ടൺ വരെ ഉൾക്കൊള്ളാൻ ശേഷിയുള്ള വാഗണുകൾക്ക് ഡിമാൻഡ് വർദ്ധിച്ചത് ഈ മേഖലയിൽ മുൻപന്തിയിലുള്ള കമ്പനിക്ക് നേട്ടമുണ്ടാക്കി. മാത്രമല്ല 2024 സാമ്പത്തിക വർഷത്തിൽ വാണിജ്യാടിസ്ഥാനത്തിലുള്ള വാഹനങ്ങളുടെ റെക്കോർഡ് വിൽപ്പന ഈ കമ്പനിക്ക് ഗുണം ചെയ്തു എന്ന് വേണം കരുതാൻ. കമ്പനിക്ക് ഇന്ത്യയിൽ ആകമാനമായി 4 ഉൽപാദന പ്ലാന്റുകളാണുള്ളത്. 4 പ്ലാന്റുകളിലുമായി വൻ നിക്ഷേപം നടത്തുക വഴി കഴിഞ്ഞ 3 വർഷം കൊണ്ട് ഉൽപാദനം 50%-ലധികം വർദ്ധിപ്പിക്കാൻ കമ്പനിക്ക് കഴിഞ്ഞു. നിലവിൽ പ്രതിവർഷം 9,000 വാഗണുകളാണ് കമ്പനി നിർമ്മിക്കുന്നത്. ഇത് 2025 സാമ്പത്തിക വർഷം അവസാനിക്കുന്നതോടെ 10,000 വാഗണുകളായി ഉയർത്താനാണ് ജൂപ്പിറ്റർ വാഗൺസ് ലക്ഷ്യമിടുന്നത്. ഈ അടുത്തായി കമ്പനി 2 യൂറോപ്യൻ കമ്പനികളുമായി കൂടിച്ചേർന്ന് പ്രവർത്തിക്കുക വഴി നൂതനമായ ബ്രേക്കിംഗ് ടെക്നോളജിയിൽ കമ്പനിക്ക് നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞിരുന്നു. കൂടാതെ ട്രെയിനുകൾക്ക് ആവശ്യമായ വീലുകളും ബ്രേക്കിംഗ് സിസ്റ്റവും നിർമ്മിക്കുന്ന ഇന്ത്യയിലെ 2 കമ്പനികളെ ജൂപ്പിറ്റർ വാഗൺസ് ഏറ്റെടുത്തിരുന്നു. ഈ പുതിയ സെഗ്മെന്റുകൾ കമ്പനിയുടെ വരുമാനത്തിലേക്ക് കാര്യമായി സംഭാവന ചെയ്യുമെന്നാണ് മാനേജ്മെന്റിന്റെ കണക്കുകൂട്ടൽ. പാസഞ്ചർ കോച്ചുകൾ, വാഗണുകൾ കൂടാതെ മെട്രോ കോച്ചുകൾ കൂടി നിർമ്മിക്കാനാണ് കമ്പനി ലക്ഷ്യമിടുന്നത്. ഇനി ഈ കമ്പനിയുടെ മുന്നിലുള്ള വെല്ലുവിളികൾ എന്തെല്ലാമാണെന്ന് നോക്കാം. പ്രധാനമായും സർക്കാർ നടപടികളെ ആശ്രയിച്ചാവും കമ്പനിയുടെ പ്രകടനം. സർക്കാർ ബജറ്റിൽ റെയിൽവേക്കുള്ള വിഹിതം വെട്ടിക്കുറയ്ക്കുന്നത് പോലെയുള്ള നടപടികൾ ഈ കമ്പനിയുടെ പ്രകടനത്തെ ബാധിച്ചേക്കാം. മറ്റൊന്ന് കമ്പനിക്ക് മുൻപരിചയമില്ലാത്ത ഇലക്ട്രിക് സിവികളിലേക്കുള്ള പ്രവേശനമാണ്. ഈ വെല്ലുവിളികൾ കമ്പനി എങ്ങനെ തരണം ചെയ്യുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും ഭാവിയിലേക്കുള്ള വളർച്ച. ഇത്തരം വെല്ലുവിളികൾ തരണം ചെയ്യാൻ കമ്പനി പ്രാപ്തമാണ് എന്നാണ് മാനേജ്മെന്റ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇനി ഈ ഓഹരിയുടെ വിശദാംശങ്ങൾ നോക്കാം. ഈ കമ്പനിയുടെ നിലവിലെ വിപണി മൂല്യം 28,955 കോടിയാണ്. PE റേഷ്യോ 87.35% ഇൻഡസ്ട്രി PE 62.73 ഇപ്പോൾ കുറച്ചുയർന്ന മൂല്യത്തിലാണ് ഓഹരി ട്രേഡ് ചെയ്യുന്നത്. ഈ കമ്പനിയുടെ ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ 0.22 മാത്രമാണ്. പ്രൊമോട്ടേഴ്സ് ഹോൾഡിംഗ് 68.11%. വിദേശ നിക്ഷേപകർ 5.34%, ഡൊമസ്റ്റിക് നിക്ഷേപകർ 2.3%, റീറ്റെയിൽ നിക്ഷേപകർ 24.24% ഓഹരികൾ കൈവശം വെച്ചിരിക്കുന്നു. കോമ്പൗണ്ടഡ് സെയിൽസ് ഗ്രോത്ത് കഴിഞ്ഞ 5 വർഷത്തിൽ 76%, 3 വർഷത്തിൽ 54%, ഈ സാമ്പത്തിക വർഷത്തിൽ ഇതുവരെ 76% വളർച്ചയാണ് നേടിയിരിക്കുന്നത്. കോമ്പൗണ്ടഡ് പ്രോഫിറ്റ് ഗ്രോത്തും മികച്ച വളർച്ചയാണ് കാഴ്ചവെക്കുന്നത്. കമ്പനിയുടെ അറ്റാദായം കഴിഞ്ഞ 5 വർഷത്തിൽ 80%, 3 വർഷത്തിൽ 84%, ഈ സാമ്പത്തിക വർഷത്തിൽ ഇതുവരെ 166% വളർച്ചയാണ് നേടിയിരിക്കുന്നത്. ഇപ്പോൾ 662 രൂപ വിലയുള്ള ഈ ഓഹരിയുടെ ഒരു വർഷത്തെ ഉയർന്ന വില 748 രൂപയും താഴ്ന്ന വില 176 രൂപ 15 പൈസയുമാണ്. കഴിഞ്ഞ ഒരു വർഷത്തിൽ ഈ ഓഹരി 266% റിട്ടേൺ ആണ് കൊടുത്തിരിക്കുന്നത്. കഴിഞ്ഞ 5 വർഷത്തിൽ 4065% എന്ന ബമ്പർ റിട്ടേൺ ആണ് നിക്ഷേപകർക്ക് നേടിക്കൊടുത്തത്. ഈ സെക്ടറിൽ നിന്നും ഈ ഓഹരി കൂടാതെ
തിത്താഗ്ര റെയിൽ സിസ്റ്റംസ് ആണ് മികച്ച പ്രകടനം നടത്തുന്ന മറ്റൊരു ഓഹരി. കൂടുതൽ ഉപകാരപ്രദമായ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.